അല്ലെ? അവർക്കൊരു ഭയവുമില്ല. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വനവാസം കഴിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. കാട്ടിൽ ജീവിതം കഴിച്ച ഒരു കാലം, ഏകാന്തതയ്ക്ക് വേണ്ടി കാട് കയറിയ കാലം. ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ. അങ്ങനെ വനവാസം കഴിച്ച കാലം, ആ വനവാസം നടത്തിയ സമയത്ത് ബഹുമാനപ്പെട്ടവരൊരിക്കൽ വനത്തിൽ നിന്ന് കാട്ടിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 സിംഹങ്ങൾ ഇറങ്ങി വന്നു. മുന്നിലൊരു സിംഹം മുട്ടുമടക്കിയിരുന്നു, ബാക്കിലൊരു സിംഹം വലതുഭാഗത്തൊന്ന് ഇടതുഭാഗത്തൊന്ന്, ഇങ്ങനെ ഇരുന്നു. ഞാനും നിങ്ങളുമാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ ഹാലെന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിക്കാൻ. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലൊരു സിംഹം, ബാക്കിലൊരു സിംഹം, വലതുഭാഗത്തൊരു സിംഹം, ഇടതുഭാഗത്തൊരു സിംഹം. എന്നിട്ടും കൂസലെന്നെ നിസ്കരിച്ചു. ഒന്നുമില്ല, ഒരു കുലുക്കവുമില്ല. ഞമ്മക്കാണെങ്കിൽ പിന്നെ നിസ്കരിച്ചാൽ ചൊല്ലിയാ കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ അത്തയ്യാത്തൊക്കെ നമുക്ക് കിട്ടുമോ? അല്ലെങ്കിൽ ഫാത്തിഹ പോലും ഓതാൻ കഴിയോ? പേടിച്ചിട്ട് കൂളായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ, ഈ സിംഹങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് പാറാവിരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുക. ആ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇൻ ഉമിർത്തും ബിശൈഇൻ ഫമർഹബൻ ബിക്കും. മഹാനവറുകൾ പറഞ്ഞ മറുപടിയാണത്. എന്താ മഹാനവറുകൾ അവയോട് പറഞ്ഞതാണത്? എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വല്ല കൽപ്പനയുണ്ടെങ്കിൽ, ഇൻ ഉമിർത്തും ബിശൈഇൻ, നിങ്ങൾക്ക് വിശപ്പടക്കാൻ എന്റെ മാംസം എന്നെ കടിച്ച് കൊന്ന് തിന്ന് നിങ്ങളോട് ഒരു നേരത്തെ വിശപ്പടക്കാൻ റബ്ബ് നിങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് അതിന്റെ അർത്ഥം. ഇൻ ഉമിർത്തും ബിശൈഇൻ, നിങ്ങൾക്ക് വല്ല കൽപ്പനയും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫമർഹബൻ ബിക്കും, നിങ്ങൾക്ക് സ്വാഗതം. ഇവരോട് പറയാം, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തോളൂ, എനിക്ക് വിരോധമല്ല. അതല്ല വയില്ല ഫർഹൽ, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ബേജാറാക്കാതെ അങ്ങ് മാറി നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോ 4 ആളും എഴുന്നേറ്റിട്ട് കാട്ടിലേക്ക് തന്നെ പോയി. ഇതാണ് ഇവരുടെ ലോകം. ഈ ആയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം, ഒരു പേടിയില്ല, വലാ ഹും യഹ്സനൂൻ, ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. മാനസിക പിരിമുറുക്കം എന്നൊന്നും അവർക്ക് സംഭവിക്കൂല. കപ്പലിങ്ങനെ ആടി ഉലഞ്ഞ് മുങ്ങാൻ പോകുമ്പോഴാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, എല്ലാവരും ബേജാറിൽ നിലവിളിക്കുന്നു. പലതരം ദൈവങ്ങളെ വിളിക്കുന്നവർ, അള്ളാഹുവിനെ വിളിക്കുന്നവർ, പല ആളുകളും നിലവിളിച്ച് കരയാണ്. അതിൽ കുലുങ്ങാതെ ഇരിക്കുന്നത് ഇബ്രാഹിം ഇബ്നു അദ്ഹം മാത്രം. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് ചോദിച്ചത്, അല്ല നിങ്ങൾക്കെന്താ ഒരു കുലുക്കമില്ലാത്തത്? ഈ ആളുകളൊക്കെ വാവിട്ട് കരയുന്നത് നിങ്ങൾ കണ്ടില്ലേ? കപ്പലാണ് ഇക്കൊലത്തിൽ ആടി ഉലയുന്നത്, ഇപ്പം മുങ്ങും, എന്നിട്ട് നിങ്ങൾക്കൊരു കുലുക്കവും ഇല്ലല്ലോ, ഇതൊന്നും സംഭവിക്കാത്തതുപോലെ ഇരിക്കുന്നു, എന്താ ഇതിന്റെ കാരണം? ഇബ്രാഹിം ഇബ്നു അദ്ഹം ചോദിച്ചു, ഞാൻ കരഞ്ഞോണ്ടായിട്ട് കപ്പൽ മുങ്ങാതെക്കുവോ? മഹാനവറുകളുടെ ചോദ്യം. ഞാൻ കരഞ്ഞതുകൊണ്ടായിട്ട് കപ്പൽ മുങ്ങാതിരിക്കുകയോ? അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ ദുആ ചെയ്തു. കാറ്റും കോളും ഒക്കെ അടങ്ങി, ഒരു പ്രശ്നവുമില്ല. മഹാനവറുകൾ ദുആ ചെയ്തപ്പോൾ കാറ്റും കോളും അടങ്ങി. പക്ഷെ ഈ ഒരു പ്രതിസന്ധിയിൽ മഹാനവറുകൾ എന്താവുന്നില്ല, നിലവിളിക്കുന്നില്ല, ബേജാറാകുന്നില്ല, ഒന്നുമില്ല. അതാണ് ഈ പറഞ്ഞത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകള് ഇതേ രൂപത്തിൽ, ഞാൻ നിങ്ങൾ കേട്ട് പരിചയമുള്ളതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. ഒരു പേടിയില്ല, ഒരു വിഷമവും. സ്വാഭാവികമായും ബഹുമാനപ്പെട്ടവര് നമുക്ക് അറിയാം, അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആദ്യകാലത്ത് ചെറുപ്പത്തിലേ പഠിക്കാൻ പോയ ആളല്ല. കുറച്ച് പ്രായമായതിന്റെ ശേഷമാണ് പഠിക്കാൻ പോയത്. 18ാമത്തെ വയസ്സിലാണ് പഠനം ആരംഭിക്കുന്നത്. 18ാമത്തെ വയസ്സിൽ ഉമ്മ വളരെ സൂക്ഷ്മതയോടുകൂടെ പോറ്റി വളർത്തി നാൽക്കാലികളെ മേക്കാൻ വേണ്ടി പോകുമ്പോൾ, ബഹുമാനപ്പെട്ടവർ നാൽക്കാലികളെ മേക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു വിളിയാളം ഉണ്ടായതാ. പിറകിൽ നിന്നാരോ വിളിച്ചു പറയുന്നത് പോലെ തോന്നി.
മോനെ, ഇതിനു വേണ്ടിയല്ല നിന്നെ പടച്ചത്, പോത്ത് നോക്കാനല്ല നിന്നെ പടച്ചത് എന്ന് പറയും പോലെ നാൽക്കാലികളെ മേക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് മോനോട് പറയുന്നത്, ഇതിനു വേണ്ടിയല്ല പൊന്നു മോനെ നിന്നെ പടച്ചത്. പോത്ത് നോക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, അതിന് വലിയ കഴിവൊന്നും വേണ്ട. എന്റെ മോനൊരു നല്ല ബ്രില്യന്റ് ആണ്, അതുകൊണ്ട് പഠിക്കണം. ഇതാരോ വിളിച്ചു പറയും പോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് തോന്നുകയാണ്. 18ാമത്തെ വയസ്സിലാണ്. ഇതാണ് പഠനത്തിലേക്ക് നയിച്ച ഉൾവിളി. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഉൾവിളിയാണത്. സ്വയം അങ്ങനെ തോന്നുകയാണ്, ആരോ വിളിച്ചു പറയും പോലെ. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അങ്ങനെ പഠിച്ചിട്ട് 18ാമത്തെ വയസ്സ് മുതൽ 50 വയസ്സ് വരെ പഠിച്ചിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു. നമ്മളെ 4 കൊല്ലം കൊണ്ടുള്ള സനദല്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇത്ര വലിയ ആലിമായതിന്റെ പിറകിലുള്ള രഹസ്യം പഠനകാലത്തിന്റെ ദൈർഘ്യം. മഹാന്മാർ പറഞ്ഞില്ലേ, തൂലു സമാനി, കൂടുതൽ കാലം പഠിക്കുക. ഒരു ഉസ്താദ്, നല്ല മുർഷിദായ ഒരു ഉസ്താദ് ഉണ്ടാകുക. അതുപോലെ തൂലു സമാനി, കൂടുതൽ കാലം പഠിക്കുക. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. 16-17 കൊല്ലമൊക്കെ ഓതി പഠിച്ചിട്ടാണ് ഒരു ഉസ്താദിന് സനദ് കിട്ടുക. ഞാനൊക്കെ ഇപ്പൊ കേവലം 10 കൊല്ലം മാത്രമാണ് പഠിച്ചത്. പള്ളിദർസിൽ പഠിച്ചത് 10 കൊല്ലാണ്. അപ്പോഴേക്ക് സഖാഫിയായി. നമ്മുടെ കൂട്ടത്തിൽ ഏകദേശം ആളുകളൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. കുറച്ച് പഴയ കാലത്തേക്ക് പോയാൽ ഒരു 14-16 കൊല്ലമൊക്കെ ഓതിപ്പടിച്ച അനുഭവങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇന്ന് അവിടുന്ന് പോകുന്നു. ഇപ്പൊ 5 കൊല്ലം കൊണ്ട് സനദിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകണം എന്നാ നമ്മളെ കുട്ടികളെ തോന്നല്. അത്രയും പെട്ടെന്ന് സംഗതികൾ നടക്കണം എന്നാ. 5 കൊല്ലം കൊണ്ട് എവിടെന്നെങ്കിലും സനദ് കിട്ടുമെങ്കിൽ അവിടെ പോകും. ഈ ഒരു രൂപത്തിലാവുള്ളത്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പഠനകാലം എത്ര ഉണ്ട്? 18 മുതൽ 50. എത്ര കൊല്ലം ഉണ്ട് മാഷെ? 32 അല്ലെ? 32 കൊല്ലം ഓതി പഠിച്ചു. പിന്നെ ഷെയ്ഖ് ജീലാനി കിതാബുകളൊക്കെ രചിച്ചതും ഇത്ര വലിയ ഇൽമ് ആധ്യാത്മിക ഷെയ്ഖായി മാറിയതൊക്കെ നമുക്ക് എന്ത് അത്ഭുതമാണ് അതിലുള്ളത്. 32 കൊല്ലം ഓതിപ്പടിച്ചിട്ട്. ആ ഓതിപ്പടിക്കൽ എങ്ങനെ? എന്താ പോയി 32 കൊല്ലമൊക്കെ ഓതാനുള്ളത് അല്ലെ? 5 കൊല്ലം കൊണ്ട് സനദ് എടുത്തൊരു കുട്ടി സ്വാഭാവികമായിട്ടും ചോദിക്കും. കാരണം 5 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 10 കൊല്ലം കൊണ്ട് ഓതിപ്പടിച്ച് സനദും വാങ്ങി വരുന്ന ഒരു കുട്ടി ചോദിക്കൂല, എന്തിപ്പോ ഈ 32 കൊല്ലമൊക്കെ ഓതാനുള്ളത്? നമ്മളിപ്പോ ഈ കാലം കൊണ്ട് തന്നെ കുറെ വേസ്റ്റ് ആയിട്ടാ സമയം തോന്നുന്നത് അല്ലെ? അങ്ങനെ തോന്നുക. അവിടെയാണ് ഷെയ്ഖ് ജീലാനിയുടെ പഠനരീതി എന്തായിരുന്നു എന്നറിയോ നിങ്ങൾ? ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് വിശദമായിട്ട് അവതരിപ്പിക്കണം എന്ന് കരുതിയിരുന്നു. നമ്മൾ അവസാനിപ്പിക്കുക, ബർക്കത്തിന് വേണ്ടി പറയാന്ന് ഞാൻ പറഞ്ഞല്ലോ. മൗലിദിനുള്ള സമയം കൂടെ കാണാം. ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒരു വിഷയം ആദ്യം ശരിക്ക് ഓതി പഠിക്കുകയാണ് ഒരു കാലയളവ് വരെ. പിന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം ഓരോ ഫന്നുകളിലും, ഫന്നുകൾ എന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങളിലും സമർത്ഥരായ ആലിമീങ്ങൾ ഇന്ന നാട്ടിലുണ്ട് എന്ന് കേട്ട അപ്പം അങ്ങോട്ട് പോവാണ്. എന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ആ വിഷയം മാത്രം കൊല്ലങ്ങളോളം അങ്ങ് ഓതുകയാണ്. അതില് പ്രത്യേകിച്ച് സ്പെഷ്യൽ ക്ലാസുകൾ അതിൽ കിട്ടുകയാണ്. അത് മാത്രം എടുത്തിട്ട് ആ വിഷയം, ഇപ്പൊ നഹ്വ് നന്നായി അറിയുന്ന ഒരാൾ എന്നാ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് നഹ്വ് മാത്രം കൊല്ലങ്ങളോളം പഠിക്കുക, സ്വറഫ് മാത്രം കൊല്ലങ്ങളോളം പഠിക്കുക, ഫിഖ്ഹ് മാത്രം, ഹദീസ് മാത്രം, ഖുർആൻ മാത്രം. ഇങ്ങനെ ഓരോ ഉസ്താദുമാരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ഓതി പഠിക്കുക. അതുകൊണ്ട് തന്നെ ബഗ്ദാദിലേക്ക് ഓതാൻ പോയ ജീലാനിലാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. ബഗ്ദാദിലേക്ക് ബഹുമാനപ്പെട്ടവർ ഓതാൻ പോയി 18ാമത്തെ വയസ്സിൽ. ആ കന്നി യാത്രയിൽ തന്നെ നമ്മൾ ഇപ്പറഞ്ഞ ഒരു അത്ഭുതം മഹാനവറുകൾ കാണിക്കാൻ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അന്നെ കാണിച്ചിട്ടുണ്ട്. ഇൽമ് തേടിയുള്ള തന്റെ കന്യാത്രയിൽ, സംഭവം അറിയാവുന്നതുകൊണ്ട് പറയണ്ടല്ലോ, സൂചിപ്പിച്ചാൽ മതി. ആ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്ത കഥ. പേടില്ലാത്തതുകൊണ്ടാണല്ലോ അത്. ടെൻഷനും പേടിയില്ലാത്തവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഉള്ളവരത്തൊക്കെ പിടിച്ചു പറിച്ചു വാങ്ങുമ്പോ ഉമ്മ പോകുമ്പോ ഒരു വസിയത്ത് പറഞ്ഞിരുന്നു, മോനെ കളവ് പറയരുത്, കളവിന് നിലനിൽപ്പില്ല, സത്യമേ പറയാവൂ എന്ന് പറഞ്ഞിരുന്നു. ഈ ഒറ്റ കാരണം കൊണ്ട് കളവ് പറയൂലാന്ന് അങ്ങ് നിർബന്ധം പിടിച്ചു. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തില് സത്യം പറയാ, കയ്പാണെങ്കിലും സത്യം പറയണം എന്നാണല്ലോ ഉമ്മന്റെ നിർദ്ദേശം, അതാണല്ലോ. അത് തന്നെ ചെയ്യാന്ന് കരുതിയിട്ട് ഇവരോട് തുറന്നാണ് പറയല്ലേ. ഇവര് അവഗണിച്ചതാ. ഇവന്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല,
എന്നാലും വെറുതെ ഒന്ന് ചോദിച്ചതാ കൊള്ളസംഘം. ബാക്കിയുള്ളവരൊക്കെ പിടിച്ചു, കാര്യമായിട്ടുള്ളതൊക്കെ നേടിയെടുത്തു. ഇവരെയൊക്കെ വെറുതെ വിടുമ്പോ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്. വെറുതെ ചോദിച്ചതാ അവർ തന്നെ, കളിയാക്കിക്കൊണ്ട് ചോദിച്ചതാണ്. അല്ല, നിന്റെ കൈവശം വല്ലതും ഉണ്ടോ? ഓ ഉണ്ട്, 40 ദിനാറ് പൊന്നുണ്ട് എന്ന് പറയണം. അപ്പൊ ഇവർക്ക് അതും വലിയൊരു സംഖ്യയും. അതിലേറെ പരിഹാസമായിട്ട് തോന്നുന്നു. ഇവൻ വെറുതെ ആളെ ഇതാക്കുകയാണ്. അങ്ങനെയാണ് ഈ കൊള്ളസംഘത്തിന്റെ തലവനോട് ചെന്ന് ഇയാൾ ഈ കാര്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അവനെ മാത്രമേ ഇനി ചെക്ക് ചെയ്യാൻ ബാക്കിയുള്ളൂ. അവൻ വെറുതെ പറയാണ് 40 ദിനാറ് പൊന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൊള്ളസംഘ തലവൻ വിളിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞു ഉണ്ട്. എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് ആരും കാണാതിരിക്കാൻ, പെട്ടെന്ന് ആരും കണ്ട് മോഷ്ടിച്ചു പോകാതിരിക്കാൻ എന്റെ ഉമ്മ കുപ്പായത്തിന്റെ കക്ഷത്തിന് താഴെ കുപ്പായത്തിന്റെ ഉൾപോക്കറ്റില് തുന്നി വെച്ചിട്ട് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ വരുന്നിങ്ങനെ നോക്കിയത്. അപ്പൊ പൊന്നവിടെ ഉണ്ട്. ഒരു ബേജാറുമില്ല. അപ്പോഴല്ലേ ആ സംഘം മൊത്തം മുസ്ലിമായത്. എന്താ മോനെ ജി ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചതാണ്. അപ്പൊ കാര്യം പറഞ്ഞു. അതിന്റെ പേരിൽ എന്ത് സംഗതിയാ നടക്കാൻ പോകുന്നത്? എനിക്കതിലൊരു ബേജാറും ഇല്ല. അതന്നെ. ഇപ്പൊ നമ്മളാണെങ്കിൽ എത്ര കളവട പറഞ്ഞിട്ടുണ്ടാവും, എത്ര കളവ് പറഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, എന്റെ കയ്യിലൊന്നുമില്ല, ഞാനൊരു സാധു കുട്ടിയാണെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കും. ഇവർക്ക് ആദ്യം തന്നെ അത്രേ ഇവർക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഇത് അങ്ങോട്ട് പറഞ്ഞപ്പോ ഇവരിങ്ങനെ ചിന്തിച്ചു, പഠിച്ചോനെ ഈ കുട്ടി ഇത്ര വലിയ നീതിബോധമുള്ള ഒരു കുഞ്ഞ് ഞമ്മക്കും കൂടെ മാതൃകയാണല്ലോ എന്ന് കരുതി അവർ മുസ്ലിമാവുകയാണ്. സത്യം പറഞ്ഞാൽ ഇൽമു തേടിയുള്ള തന്റെ കന്യയാത്രയിൽ തന്നെ തന്റെ ദഅവത്ത് ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി.